ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡിലൻ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഒരു ഗസ്റ്റ് വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. വീട്ടിലുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറന്നു പോവല്ലേ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിത് അപ്പോൾ ഇവിടെ ഇത്രയും വലിപ്പത്തിലൊരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ളൊരു പഴമാണ് കേട്ടോ. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ വെളിച്ചെണ്ണയിലും ചെയ്യുക. പക്ഷേ നെയ്യിൽ ചെയ്യുമ്പോൾ കുറച്ചധികം തന്നെ ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണോളം എള്ളാണ്. എള്ള് കയ്യിലുള്ളവർ സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം കേട്ടോ. എള്ളും കൂടി വരുമ്പോഴാണ് ഈ സ്നാക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിങ്ങനെ നെയ്യിൽ മൂത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സ്നാക്കിൽ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതൊന്ന് പൊട്ടി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ നമ്മളുടെ ഒരു കയ്യിലുള്ളതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. തേങ്ങയിൽ വെള്ളം ഒന്ന് വലിഞ്ഞ് വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് നമ്മൾ വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള പഴം ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. പഴം വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകുന്ന രീതിയിലല്ല കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് തേങ്ങയും പഴവും കൂടെ ഒന്ന് മിക്സാക്കിയ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ പഴം ജസ്റ്റ് ഒന്ന് അങ്ങനെ വെന്ത് വന്നു എന്ന് കാണുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പക്ഷേ ശർക്കരയാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാരയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. ശർക്കരയാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പഴം നല്ലപോലെ നമ്മൾ വഴറ്റിയെടുത്തിട്ടില്ലല്ലോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് ഈ പഴം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. കുറച്ച് ഏലക്കായപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളം, ശർക്കര വെള്ളം ഒന്ന് വറ്റി ഈ തേങ്ങയും ഈ പഴമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരണം. എന്നാൽ വല്ലാതെ അങ്ങ് ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്തിട്ട് ചെറിയൊരു നനവുണ്ടായിരിക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. ഓവറായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ചൂടാറി കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആയി പോകും കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിതപ്പോൾ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി ആണെങ്കിലും എടുക്കുക, പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് മൈദയിൽ ചെയ്യുമ്പോൾ തന്നെയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇതിലേക്ക് ഞാൻ ഒരു 1.25 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പോരാന്നുണ്ടെങ്കിൽ വെള്ളം നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിത് മിക്സാക്കി എടുക്കാനായിട്ട് പറ്റും. മിക്സാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ വെള്ളത്തിൻ്റെ അളവ് എത്രത്തോളം ഇനി വേണം എന്നുള്ളത്. ഇതപ്പോൾ ഞാൻ കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നങ്ങ് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ബാറ്ററിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മുട്ട ചേർത്തിട്ടില്ല, അങ്ങനെയും ചെയ്യാം. വേണ്ടവർ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഇനി ഒന്നുമില്ല, നമ്മൾ ദോശച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ദോശകളായിട്ട് ചുട്ടെടുക്കുക. ഇത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് ചുറ്റിച്ചെടുക്കാനായിട്ട്. നല്ല അത്യാവശ്യം നൈസായിട്ടുള്ള ദോശയായിട്ട് ചുട്ടെടുക്കണം. ഒരുപാട് കനത്തിൽ ചുട്ടെടുക്കരുത്, നല്ല കനം കുറച്ച് ദോശയായിട്ട് ചുട്ടെടുക്കണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇതുപോലെ മുകൾ വശം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്താൽ ഒരുപാട് നേരം വെക്കേണ്ട. ഒരു 10 സെക്കൻഡോളം വെച്ച ശേഷം നമുക്ക് അപ്പം തന്നെ ഇത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള എല്ലാ ദോശകളും ഇതുപോലെ ചുട്ടെടുക്കുക, മാവ് കഴിയുന്നത് വരെ. പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ദോശ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. ഞാനിതപ്പോൾ മുഴുവൻ ദോശയും ഇതേ രീതിയിൽ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ, പരസ്പരം ഒട്ടിപ്പിടിക്കൊന്നുമില്ല. മുകളിലേക്ക് തന്നെ ചുട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. പരസ്പരം ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ദോശ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ദോശയും തിരിച്ചിട്ട് കൊടുക്കുക.
തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുക. പഴത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ ആ കൂട്ടുണ്ടല്ലോ, ആ ഫില്ലിങ്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഇത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ അങ്ങ് മടക്കി എടുത്താൽ മതി കേട്ടോ. ആദ്യം ഒരു സൈഡിൽ നിന്ന് കുറച്ച് മടക്കി കൊടുത്ത ശേഷം പിന്നെ രണ്ട് സൈഡിൽ നിന്നും മടക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് മടക്കി എടുത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ. ഈ ഒരു രീതിയിൽ നമ്മുടെ ദോശയും അതുപോലെ തന്നെ ഫില്ലിങ്ങും കഴിയുന്നത് വരെ ഓരോ ദോശയിലും ഇതുപോലെ ഫില്ലിങ് നിറച്ച് ചെയ്തെടുക്കുക കേട്ടോ. സിമ്പിളാണ് ചെയ്തെടുക്കാനാണെങ്കിലും, പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നേന്ത്രപ്പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും അവർ കഴിക്കും കേട്ടോ. പിന്നെ ഈ നേന്ത്രപ്പഴത്തിൻ്റെയും ശർക്കരയുടെയും തേങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് എല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോൾ കിഡിലൻ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതാണ്ടോ നമ്മുടെ പലഹാരം മുഴുവനായിട്ട് ഞാൻ ഇതാപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം ഒരു പ്ലേറ്റ് നിറയെ പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. തീർച്ചയായിട്ടും ഇതുപോലെ ഒരു പലഹാരം ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോട്ടോ. വെറുതെ പറയല്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പലഹാരത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയണം. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ്, നമ്മളുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്നാക്സുകളുടെയും ബ്രേക്ക്ഫാസ്റ്റുകളിലൊക്കെ നല്ല നല്ല അടിപൊളി റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ചാനലൊന്ന് കയറി നോക്കിയാൽ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.